ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നിങ്ങളൊരു പക്ഷേ LDF-കാരായിരിക്കും, പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണണം. പൊന്നു പ്രേക്ഷകരെ, എനിക്ക് പേഴ്സണലി LDF-ഓ BJP-യോ UDF-ഓ ഒന്നുമില്ല. അതായത് നാട്ടിൽ നടക്കുന്ന തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കും. ഇന്ന് പിണറായി വിജയനും മക്കളും ചെയ്ത വലിയൊരു തട്ടിപ്പ്, അതിന്റെ തെളിവ് സഹിതം ഞാനിപ്പോൾ പറഞ്ഞുതരാം. നാളെ രമേശ് ചെന്നിത്തല തെറ്റ് ചെയ്താലും അതിനുശേഷം നരേന്ദ്രമോദിയോ ഇല്ലെങ്കിൽ K. സുരേന്ദ്രനോ തെറ്റ് ചെയ്താൽ ഞാൻ വിളിച്ചു പറയുക തന്നെ ചെയ്യും. അതിന്റെ പേരിൽ എനിക്ക് ഇഷ്ടം പോലെ ഭീഷണി വരുന്നുണ്ട്. എൻ്റെ ഈ ചാനൽ തന്നെ എന്നേക്കുമായിട്ട് ഇല്ലാതാവും, പ്രശ്നമില്ല. ഉശിരുള്ളത്ര കാലം തെറ്റ് വിളിച്ച് പറയും. ഓക്കെ, അപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്ന ഈ ഒരു തട്ടിപ്പ് നിങ്ങൾ വീഡിയോ ഫുള്ളായി കണ്ടാലേ പിണറായി വിജയൻ ചെയ്യുന്ന ഈ ഒരു തട്ടിപ്പ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും. അതിനു മുമ്പ് ഒരൊറ്റ കാര്യം പറയുകയാണ്, ഇലക്ഷനാണ്. ഈ വീഡിയോ നാലാളിലേക്ക് എത്തണം. തെറ്റ് ചെയ്തവർ ജനങ്ങൾ അറിയണം. എത്തണമെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്തിട്ട് ഹൈപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക് വീഡിയോ നാലാളിലേക്ക് എത്തും. അപ്പോൾ ഞാൻ പ്ലേ ചെയ്യുന്ന ഓരോ വാർത്തയുടെ ക്ലിപ്പും ക്ലിയറായി കൃത്യമായിട്ട് കേൾക്കണം. വീഡിയോ ഫുള്ളായി കണ്ടാലേ പിണറായി വിജയനും മക്കളും ചെയ്യുന്ന വൃത്തികേട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമുക്കൊന്നായിട്ട് കേട്ട് നോക്കാം. നമസ്കാരം. കേരളത്തിലെ ഏറ്റവും അക്രമാസക്തമായ വിദ്യാർത്ഥി സംഘടന ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൊതുമുതൽ നശിപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥി സംഘടന ഏതാണ്? സഹപാഠികളായ പെൺകുട്ടികളെ പോലും ശാരീരികമായി കൈകാര്യം ചെയ്യുന്നവരുള്ള വിദ്യാർത്ഥി സംഘടന ഏതാണ്? അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ലോകമറിയുന്ന ഒരു നയതന്ത്രജ്ഞനെ കയ്യേറ്റം ചെയ്തത് ഏത് വിദ്യാർത്ഥി സംഘടനയിൽ ഉള്ളവരാണ്? ഗവർണറെ വടിയിൽ തടഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചത്, വനിതാ പ്രിൻസിപ്പലിനെ മൂത്രമൊഴിക്കാൻ പോലും അനുവദിക്കാതെ മണിക്കൂറുകളോളം തടഞ്ഞു വെച്ച് തെറിയഭിഷേകം ചെയ്തത്, ചോദ്യപേപ്പർ ചോർത്തിയത്, വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഉപരിപഠനത്തിനു ചേർന്നത്, വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കോളേജ് അധ്യാപക ജോലിയുടെ അഭിമുഖത്തിന് പോയത്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരൊറ്റ ഉത്തരമേയുള്ളൂ: സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, എന്ന് വെച്ചാൽ SFI. അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവന്റെ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളുടെ തലയിൽ വിപ്ലവം കുത്തിവെച്ച് സമരം ചെയ്യാനും ബസ്സിന് കല്ലെറിയാനും ഗവർണറെ വഴിതടയാനും ഒക്കെ പറഞ്ഞു വിടുന്ന നേതാക്കന്മാരുടെ മക്കളൊക്കെ എന്തു ചെയ്യുകയാണ്? ഒരു കാര്യം പറയാം, നമ്മുടെ വിഷയം ഇതല്ല. പിണറായി വിജയന്റെ മക്കൾക്ക് പഠിക്കാനാവുന്ന ചെലവ് എത്രയാണ് ആ മക്കൾക്ക് ചെലവാവുന്നത്? ഈ പൈസ എവിടെ നിന്നാണ് കൊടുക്കുന്നത്? അതായത് ആ മകൻ എവിടെ പഠിക്കുന്നു, ആ മകൻ പഠിക്കുമ്പോൾ എത്ര ചെലവാകുന്നു എന്ന് ഇദ്ദേഹം ക്ലിയറായി, ഇപ്പൊ ഞാനൊരു വാർത്തയുടെ ക്ലിപ്പ് വെച്ചല്ലോ, ഇദ്ദേഹം ക്ലിയറായി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ ക്ലിപ്പിലേക്ക് ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. സിദ്ധാർത്ഥിനെ കൊന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? SFI-കാരെ ഞാൻ നിങ്ങളെ പേടിക്കൂല. നിങ്ങൾ ചെയ്യുന്ന വൃത്തികേട് ഞാൻ വിളിച്ചു പറയുക തന്നെ ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്തു കേരളത്തിന് വേണ്ടി? പിണറായി വിജയൻ 10 വർഷം കേരളത്തെ ഭരിച്ചു. എന്ത് ചെയ്തു? എൻ്റെ പൊന്നു കമ്മികളെ, നിങ്ങളൊന്ന് കമന്റിട്ട് പറയണം, പിണറായി വിജയൻ എന്ത് ചെയ്തു? ഞാനിവിടെ LDF സർക്കാരിനെ താഴ്ത്തുന്നതല്ല. ഇവിടെ UDF നാളെ വന്നാലും UDF ഇത്തരത്തിൽ വൃത്തികേട് ചെയ്താലും ഞാൻ വിളിച്ച് പറയുക തന്നെ ചെയ്യും. 10 വർഷം നിങ്ങൾ ഭരിച്ചില്ലേ? കേരളത്തിന് എന്തെങ്കിലും ചെയ്തു നിങ്ങൾ? അതായത് പിണറായി വിജയന്റെ ഭരണം തീരുന്നതിന് ഏറ്റവും അവസാന നിമിഷം, ഭരണം തീരാൻ വെറും 3-4 മാസം ബാക്കി നിൽക്കെയാണ് പിണറായി വിജയന് എല്ലാ സ്ത്രീകൾക്കും 1000 രൂപ കൊടുക്കാന്ന് പറഞ്ഞത്. പൊന്നു പിണറായി വിജയനോട്, നിങ്ങൾക്ക് കേരളത്തിലുള്ള സ്ത്രീകളോട്, അതായത് കേരളത്തിലുള്ള സ്ത്രീകൾക്ക് 1000 രൂപ നിങ്ങൾക്ക് കൊടുക്കണമെന്ന് തോന്നിയാൽ എന്തുകൊണ്ട് ആദ്യം കൊടുത്തിട്ടില്ല? ഭരണം തീരുന്നതിന് വെറും 2-3 മാസമാണോ നിങ്ങൾ ഈ ബില്ല് പാസ്സാക്കുന്നത്? അതിന്റെ അർത്ഥം വോട്ടിന് വേണ്ടി നല്ല സാധാരണ മലയാളികൾ, ചോരത്ത് നിന്ന മലയാളികൾക്ക് അറിയാൻ പറ്റും പിണറായി സർക്കാരെ വോട്ടിന് വേണ്ടിയാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത് എന്ന്. ഓക്കെ, പിണറായി വിജയന്റെ മക്കളെ കുറിച്ചിട്ട്, മക്കൾ ഏത് കോളേജിലാണ് പഠിച്ചത്, അതിനെ കുറിച്ചിട്ട് ഇദ്ദേഹം ക്ലിയറായി കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അക്കൂട്ടത്തിൽ ചില നേതാക്കന്മാരുടെ മക്കളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യം CPM-ന്റെ തലതൊട്ടപ്പനായ പിണറായി വിജയന്റെ മകൻ വിവേക് വിജയന്റെ കാര്യം തന്നെ എടുക്കാം. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിലാണ് വിവേക് വിജയൻ പ്രീ ഡിഗ്രിക്കും പിന്നെ ഡിഗ്രിക്കും പഠിച്ചത്. പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഗ്രൂപ്പും ഡിഗ്രിക്ക് BCom-ഉമായിരുന്നു. ഡിഗ്രി 2ാം വർഷ പരീക്ഷയിൽ അക്കൗണ്ടൻസിക്ക് കിട്ടിയത് 100-ൽ 17 മാർക്ക്. ഇംപ്രൂവ്മെന്റ് എഴുതിയപ്പോൾ 6 മാർക്ക് കൂടി കിട്ടി. അങ്ങനെ 23 മാർക്കായി. ഡിഗ്രി കഴിഞ്ഞതിനു ശേഷം വിവേകിന്റെ പഠനം GPC നായരുടെ ഉടമസ്ഥതയിലുള്ള കളമശ്ശേരി സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിലായിരുന്നു. ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദത്തിനാണ് വിവേക് വിജയൻ ഈ കോളേജിൽ പ്രവേശനം നേടിയത്. ബിരുദത്തിൽ 2nd ക്ലാസ് എങ്കിലും ഉള്ളവർക്ക് മാത്രമേ ഈ കോളേജിൽ പ്രവേശനം അനുവദിക്കുകയുള്ളൂ എന്നാണ് ചട്ടം. കോമൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നിവയിൽ ഏതെങ്കിലും ഒരു പ്രവേശന പരീക്ഷ വഴിയാണ് പ്രവേശനം നേടേണ്ടത് എന്നും ചട്ടമുണ്ട്.
എന്നാൽ വിവേക് വിജയന്റെ കാര്യത്തിൽ ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് പാലിക്കപ്പെടാത്തത്? ഇതിന് പിണറായി വിജയൻ ഉത്തരം തരണം. നിങ്ങൾ മുഖ്യമന്ത്രിയാണ്, നിങ്ങൾക്ക് ഞങ്ങൾ പിണറായി വിജയൻ, നിങ്ങൾക്ക് ഞങ്ങൾ റെസ്പെക്ട് തരുന്നുണ്ട്. നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന പേരിൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വിചാരിച്ച കോളേജിൽ പഠിക്കാൻ പറ്റുമോ? ഇവിടെ കൂലിപ്പണിക്കാരന് ഒന്നാണ്, നിങ്ങളും ഒന്നാണ്. നിങ്ങൾ മുഖ്യമന്ത്രി എന്ന്, പക്ഷേ കൂലിപ്പണിക്കാരൻ്റെ മകനും നിങ്ങൾ, അല്ലെങ്കിൽ അതായത് കൂലിപ്പണിക്കാരൻ്റെ മകനും ഈ പറയുന്ന പിണറായി വിജയന്റെ മകൻ പഠിച്ച കോളേജിൽ എന്തുകൊണ്ട് അഡ്മിഷൻ കിട്ടുന്നില്ല? മാർക്ക് കുറവാണ്. നേരെ മറിച്ചിട്ട് പിണറായി വിജയന്റെ മകനും മാർക്ക് കുറവാണ്. പിണറായി വിജയന്റെ മകൻ പഠിക്കുന്നത് വലിയ കോളേജിലാണ്. അതെങ്ങനെ സാധിക്കുന്നു? ഇത് വർഗീയതല്ലേ? വർഗീയത എന്ന് പറഞ്ഞാൽ ഇതാണ്, അല്ലാതെ ജാതി പറയുന്നതല്ല. ഇതല്ലേ പൈസ ഉള്ളവന് എന്ത് മാർക്കും വേണ്ട, ഒരു പണ്ടാരവും വേണ്ട. ഇതെന്താണ് പിണറായി വിജയ? നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പ് വേണ്ടേ? സർട്ടിഫിക്കറ്റ് വേണ്ടേ? ബാക്കിയും കൂടി കേട്ട് നോക്കാം. അതായത് തൊഴിലാളി വർഗ പാർട്ടി നേതാവിന്റെ മകനു വേണ്ടി കോളേജ് അധികൃതർ യോഗ്യതയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തു എന്നർത്ഥം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ കലൂർ ശാഖയിൽ നിന്ന് 4 ലക്ഷം രൂപ വായ്പയെടുത്താണ് വിവേക് ഈ കോളേജിൽ പഠിച്ചത്. വായ്പയുടെ ജാമ്യക്കാർ പിണറായി വിജയനും ഭാര്യ കമല വിജയനും. 2003 സി ഗ്രേഡ് സർട്ടിഫിക്കറ്റോടെ വിവേക് ഈ കോഴ്സ് പാസ്സായി. 2004 സ്വന്തമായി ബിസിനസ് നടത്താനായി സിംഗപ്പൂരിലേക്ക് പോയ വിവേക് 2 മാസങ്ങൾക്ക് ശേഷം തിരികെ എത്തി. പിന്നീട് ജോലി തേടി അബുദാബിയിൽ പോയെങ്കിലും 2005 മാർച്ചിൽ തിരികെ നാട്ടിലെത്തി. ഇതിനുശേഷം പോയത് ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലേക്കാണ്. ലക്ഷ്യം ബിസിനസ് മാനേജ്മെന്റ് പഠനം. ഫീസ് 20 ലക്ഷം രൂപ. 20 ലക്ഷം രൂപ വായ്പയെടുക്കാനായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ കലൂർ ശാഖയെ തന്നെ സമീപിച്ചുവെങ്കിലും ദേശാഭിമാനിയുടെ കൊച്ചി ഓഫീസാണ് അവർ ഈടായി ആവശ്യപ്പെട്ടത്. എന്നാൽ ദേശാഭിമാനിയിലെ തന്നെ ചിലർ എതിർത്തതു കാരണം ആ ശ്രമം നടന്നില്ല. എന്നാൽ പിന്നീട് ഈ തുക സംഘടിപ്പിച്ച വിവേക് വിജയൻ ബർമിംഗ്ഹാമിലേക്ക് പോയി. ഇംഗ്ലണ്ടിലെ താമസവും ഭക്ഷണവും മറ്റു ചെലവുകളും ഒക്കെ കൂടി കൂട്ടുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് ഏകദേശം 50 ലക്ഷത്തോളം രൂപ ചിലവാകുമായിരുന്നു അത്രേ. ഈ പണം എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ആരും ചോദിക്കരുത്, അതിന് ഉത്തരമില്ല. ഈ പണം എവിടെ നിന്നാണ് കിട്ടിയത്? ഇതിപ്പോൾ പിണറായി വിജയന്റെ കാര്യത്തിൽ മാത്രമല്ല, ചില MLA-മാരുടെ മക്കളും. അതിപ്പോൾ BJP MLA കേരളത്തിൽ ഇല്ലെങ്കിലും, ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പോൾ രാജസ്ഥാനിലുള്ള BJP MLA-മാരാണെങ്കിലും, അല്ലെങ്കിൽ കേരളത്തിലുള്ള കോൺഗ്രസിന്റെ MLA-മാരാണെങ്കിലും, ചില നേതാക്കളുടെ മക്കൾക്ക് ഇതൊന്നും ഒരു ബാധകമല്ല. എത്ര വേണമെങ്കിലും കോടി ചെലവഴിച്ച് പഠിപ്പിക്കും. ഈ പൈസ എവിടെ നിന്ന് വന്നു എന്ന് ഒരു ED പോലും അന്വേഷിക്കുന്നില്ല എന്നതാണ് സത്യം. പാവപ്പെട്ട എൻ്റെ അക്കൗണ്ടിൽ ഒരു 2 ലക്ഷം ഉണ്ടെങ്കിൽ അതിനന്വേഷിക്കാൻ 100 ആൾക്കാർ വരുന്നുണ്ട്. എവിടെ നിന്നാണ് 2 ലക്ഷം വന്നത് എന്ന്. അപ്പം എല്ലാവർക്കും ഇപ്പോൾ ഞങ്ങളാണ് നിങ്ങളെ വിജയിപ്പിക്കുന്നത്, ഞങ്ങളുടെ വോട്ടിലാണ് നിങ്ങൾ വിജയിപ്പിക്കുന്നത്, ഞങ്ങൾ തരുന്ന കറണ്ട് ബില്ല്, ഞങ്ങൾ തരുന്ന നികുതിയിലാണ് നിങ്ങൾക്ക് ഈ പൈസ ഉണ്ടാവുന്നത്. അത് നിങ്ങളിങ്ങനെ ദൂർത്തടിച്ചാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? പൊന്നുപ്രേക്ഷകരെ, നമ്മളെല്ലാവരും ഇതിനെ എതിർക്കണം. നമ്മളല്ലാതെ ഞാൻ LDF ആണ്, UDF ആണ്, BJP ആണ്, മണ്ണാങ്കട്ടിയാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് നടന്നാൽ എന്താണ്? പിണറായി വിജയനും അല്ലെങ്കിൽ VD സതീശൻ ആര് തട്ടിപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ മിണ്ടാപ്രാണിയെ പോലെ നിൽക്കരുത്. നമ്മൾ പറയണം, നമുക്ക് ഒരു പാർട്ടിയും വേണ്ട. എൻ്റെ പൊന്നുപ്രേക്ഷകരെ, നിങ്ങൾ പറയും 5 വർഷമായിട്ട് ഞാൻ UDF ആണ്, 10 വർഷമായിട്ട് LDF ആണ്, 15 വർഷമായിട്ട് BJP ആണ്, അതുകൊണ്ട് ഇത്തവണയും ഞാൻ BJPക്ക് തന്നെ വോട്ടിടുന്നു, അല്ലെങ്കിൽ LDFന് തന്നെ വോട്ടിടുന്നു, അല്ലെങ്കിൽ BJPക്ക് തന്നെ വോട്ടിടുന്നു. അങ്ങനത്തെ ഒരു വർത്താണ് നമ്മൾ നിർത്തണമെന്ന് ഞാൻ പറയാം. അതായത് നമുക്ക് ഒരു പാർട്ടി ഇരിക്കാൻ പാടില്ല. ഇപ്പോൾ ഇപ്രാവശ്യം ആരാണ് നല്ല മുഖ്യമന്ത്രി? പിണറായി വിജയൻ നല്ലവനാണെങ്കിൽ, നല്ല ഭരണമാണെങ്കിൽ ഓക്കെ, നിങ്ങൾ പിണറായി വിജയൻ വോട്ടിടണം. അല്ലാതെ രമേശ് ചെന്നിത്തല വന്നു കഴിഞ്ഞാൽ, രമേശ് ചെന്നിത്തല കേരളത്തിനെ മാറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞാൽ നിങ്ങൾ ചെന്നിത്തല വോട്ടിടണം. നേരെ മറിച്ചിട്ട് കെ സുരേന്ദ്രൻ എങ്ങാനും ജയിച്ചാൽ ഇവിടെ പാവങ്ങളെ സഹായിക്കുമെന്ന ഉറപ്പ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ കെ സുരേന്ദ്രൻ വോട്ടിടണം. നമുക്ക് പ്രത്യേകിച്ച് BJP, UDF, LDF ഒന്നും ഇരിക്കാൻ പാടില്ല. ആരാണ് നല്ല ഭരണാധികാരി അവനെയാണ് നമ്മൾ വോട്ടിടേണ്ടത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ടു. അവിടെ പാർട്ട് ടൈം ജോലി ചെയ്താണ് ഈ തുക കണ്ടെത്തിയത് എന്ന ന്യായീകരണ കമ്മികളുടെ വാദം ഒരാളും വിശ്വസിക്കില്ല. മാർ ഇവാനിയോസ് കോളേജിൽ വിവേക് വിജയൻ പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും പ്രവേശനം നേടിയത് മാനേജ്മെന്റ് കോട്ടയിലാണ് എന്നുകൂടി അറിയുമ്പോഴേ ഈ കഥ പൂർണ്ണമാകൂ. കേരളത്തിൽ SFIയുടെ നേതൃത്വത്തിൽ സ്വാശ്രയ കോളേജ് സമരം കത്തി നിൽക്കുന്ന സമയത്താണ് പിണറായി വിജയന്റെ മകൾ വീണ മുഹമ്മദ് റിയാസ് കോയമ്പത്തൂരിലെ സ്വാശ്രയ കോളേജായ അമൃത കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ പ്രവേശനം നേടിയത്. വ്യവസായ പ്രമുഖനായ ലീലാകൃഷ്ണൻ നായരുടെ ശുപാർശയിൽ മാധ്യമപ്രവർത്തകനായ ബെർലിൻ കുഞ്ഞനന്ദൻ നായരായിരുന്നു വീണയ്ക്ക് പ്രവേശനം സംഘടിപ്പിച്ചത്. അതിൻ്റെ വിശദ വിവരങ്ങൾ ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ ആത്മകഥയായ ഒളിക്യാമറകൾ കാണാതെ പോയത് എന്ന പുസ്തകത്തിലെ ദഹിക്കാതെ പോയ ഊണ് എന്ന അധ്യായത്തിലുണ്ട്.
മറ്റുള്ളവരുടെ മക്കൾ കേരളത്തിൽ സ്വാശ്രയ കോളേജിനെതിരെ സമരം നടത്തുമ്പോൾ സ്വന്തം മകൾക്ക് അന്യ സംസ്ഥാനത്തിലെ സ്വാശ്രയ കോളേജിൽ പ്രവേശനം സംഘടിപ്പിക്കാൻ സ്വാധീനം ചെലുത്തുന്നതിന് പിണറായി വിജയന് ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അതിർവരമ്പുകളും തടസ്സമായില്ല. എങ്ങനെയാവാനാണ്? മന്ത്രിയല്ലേ, ആ സമയത്ത് മന്ത്രിയായിരിക്കും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി, എന്ത് മണ്ണാങ്കട്ടി ആയിക്കൊള്ളട്ടെ. രാഷ്ട്രീയക്കാർക്ക് എന്തും നേടാം. എന്താണ്, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം, ഞങ്ങൾക്കും ആഗ്രഹമില്ലേ? ഒന്നെങ്കിൽ ക്ലിയർ ആയിട്ട് പഠിക്കണം, അല്ലെങ്കിൽ നയിച്ച പണിയെടുത്ത പൈസയിൽ ഒരു കാര്യം. നമ്മൾ ബിസിനസ്സിൽ പൈസ ഉണ്ടാക്കുന്ന വേറെ സംഗതിയാണ്, ഓക്കെ, അല്ലാതെ ഖജനാവിൽ നിന്ന് എടുത്തിട്ട് എന്ത്. അപ്പോൾ പൊന്നു പ്രേക്ഷകരോട് ഞാൻ പറയുന്നത്, ഇപ്പോൾ കുറേ പേർക്ക് കുരുപൊട്ടും, പിണറായി വിജയനെ ഞാൻ തെറി വിളിച്ചു, അല്ലെങ്കിൽ മറ്റവനെ ഞാൻ തെറി വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങൾ മാറ്റണമെന്ന് തന്നെ പൊന്നു പ്രേക്ഷകരോട് ഞാൻ പറയാം. അതായത് നമുക്ക് പ്രത്യേകിച്ച് LDF, UDF, BJP അങ്ങനെ ഒരു സംഭവം ഇരിക്കാൻ പാടില്ല. ആര് തെറ്റ് ചെയ്താലും നമ്മളത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യണം, ഓക്കെ. അപ്പോൾ തൽക്കാലം ചിലർക്ക് കുരു പൊട്ടുമെന്നറിയും. തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഉടൻ വരാം. ഓക്കെ, ബൈ.